പ്രെഡിക്റ്റ് ചെയ്യൂ, സമ്മാനം നേടൂ. സാധാരണ ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെയാണ്. അതായത് ടാഗ് ചെയ്യുക, പിന്നത്തേക്ക് നമ്മൾ അതിൽ നിന്ന് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ലൈവായിട്ട് കാണിച്ചു തരാൻ പോവാണ്. എങ്ങനെയാണെന്നല്ലേ, ഇപ്പം നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഷോറൂമിലിരിക്കുന്ന കസ്റ്റമേഴ്സ് കുറേ പേരുണ്ട്. അവരോട് നമുക്ക് നേരിട്ട് ചോദിക്കാം ഈ നെക്ലസ്സിന് എത്രയാണ് അതിൻ്റെ വെയിറ്റ് എന്നുള്ളത്. ഞാനിപ്പോൾ അത് പറയുന്നില്ല, കാരണം അവർ കേട്ട് കഴിഞ്ഞാൽ സമ്മാനം പോകില്ല അവർക്കുള്ള, അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഞാൻ സമ്മാനം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ലൈവായിട്ട് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ചോദിച്ചാലോ? വാ. അപ്പോൾ ഇന്നിവിടെ ഒരു സാറും മാമും വന്നിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. എവിടെ നിന്നാണ് വരണേ മാം? സാർ പറയൂ. തേവരെന്ന് വരണേ. ഓക്കെ ഓക്കെ. എങ്ങനെയാണ്, നേരത്തെ വന്നിട്ടുണ്ടോ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ? വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസും? ഇപ്പോൾ ഏതാ, വെഡിങ് പർച്ചേസ് ആണോ? മോളെ കണ്ടോണ്ട് എനിക്കൊരു ഇത് തോന്നിയിട്ട് ചോദിച്ചാട്ടോ. വെഡിങ് പർച്ചേസ് ആണ്. അപ്പോൾ എങ്ങനെ, മോൻ്റെ ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തോ? കഴിഞ്ഞു അല്ലേ? ഓക്കെ. സാറിൻ്റെ പേര്? ജെയിംസ്. മാമിൻ്റെ? മേഴ്സി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നൊരു കോൺടെസ്റ്റ് ആണ്. അതായത് ലൈവായിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രസൻറ്റ് തരും. ആ, അപ്പോൾ മാം ഇത് എടുത്ത് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് മാം കൃത്യമായിട്ട് പറയാമെന്ന് പറഞ്ഞേ. കയ്യിൽ പിടിച്ച് നോക്കിയിട്ട് മാം തന്നെ പറയട്ടെ. ഒരു 1.25 2 ഉള്ളിൽ 2 താഴെയായിട്ട് ഒരു 1.25 നിങ്ങൾ 2 തയ്ച്ച് വെക്കില്ല, എന്തായാലും 2 തയ്ച്ച് വെക്കില്ല. മാം പറഞ്ഞേക്കുന്നത് 2 ആണ്. 1.25 2 തയ്ക്കില്ല നിങ്ങൾ, അത് കുറച്ചേ വെക്കുള്ളൂ ബുദ്ധിപരമായിട്ട്. അപ്പോൾ 2 അല്ല കേട്ടോ. 2 കൂടുതലാണോ? 2 കൂടുതലാണോ? ആ, 2 കൂടുതലാണ്. ഇനി ഒരു ചാൻസ് കൂടി മാമിൻ്റെ അല്ലേ? ഒരു ചാൻസ് കൂടി. അധികം വെയിറ്റ് തോന്നണില്ല കണ്ടിട്ട്. അല്ല, നമ്മൾ അങ്ങനെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇപ്പോൾ മാം ആദ്യത്തെ ഒരു 2 പറഞ്ഞു, 1.25 2 ആ ഒരു ഇതിലാണ് പറഞ്ഞേക്കാം. എന്തായാലും മാം ഒരു ഇതും കൂടി പറയാം. മാം വെയിറ്റ് ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ എത്രയാണ് തോന്നണം മാമിന്? 3.5 ഒരു ഇതുണ്ടെന്നാണ് മാം പറയുന്നത്. 3.5 പൗണ്ട് ഒരു പോളിഷ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കറക്റ്റ് തന്നെയാട്ടോ, 3.5 ഒരു ഇത് തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻ, താങ്ക് യു. ഒക്കെ കൃത്യമായിട്ട് മാം പറഞ്ഞു കേട്ടോ. അതിൻ്റെ ഒരു പോളിഷ് ഉണ്ടെന്ന് തന്നെ മാം പറഞ്ഞു, ഒട്ടും പിടിച്ചിട്ടൊക്കെ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, മിസ്റ്റർ ആൻഡ് മിസ്സസ് ജെയിംസ് കൃത്യമായിട്ട് ആൻസർ പറഞ്ഞ് അതിൻ്റെ സമ്മാനം മേടിച്ചു പോയി. അതായത് അവർ പറഞ്ഞത് 3-3.5 പവൻ്റെ പൊലിമ തോന്നുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അത് കൃത്യം തന്നെയായിരുന്നു. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ, അതായത് അവർ ആദ്യം പിടിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞൊരു 1.5 പവൻ. പക്ഷേ ഈ പൊളിച്ചധികം പൊലിമ തോന്നുന്നത് കൊണ്ടാണ് അവർ ആ 3-3.5 പവൻ പറഞ്ഞത്. അപ്പം ലാസ്റ്റ് ഒരു കസ്റ്റമർ ഇരിക്കുന്നുണ്ട്, അവരോട് ഒന്ന് ചോദിച്ചു നോക്കാം. കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഹലോ മാം, എന്താ പേര് മാമിൻ്റെ? സ്മിത. എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ ചിറ്റൂർ. ആദ്യമായിട്ടാണ് വരുന്നത്? ഇവിടെ ആദ്യമായിട്ട് വരണം. എങ്ങനെയുണ്ട് മാം, കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? സ്മോൾ കളക്ഷൻസ് ഒരുപാടുണ്ട്, കാരണം അത് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ലൈറ്റ് വെയിറ്റും വെച്ചിട്ടുണ്ട്, അതുപോലെ ഹെവി വെയിറ്റ് എല്ലാവർക്കും അഫോർഡബിൾ ആയ രീതിയിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ മാം ഇതൊരു പ്രെഡിക്റ്റ് ചെയ്യൂ, വിൻ ചെയ്യൂ എന്നുള്ളൊരു കോൺടെസ്റ്റാണ് നടക്കുന്നത്. അപ്പം ലൈവായിട്ട് തന്നെ ഇപ്പം മാം ഇതിൻ്റെ വെയിറ്റ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാനൊരു സമ്മാനം തരുന്നതായിരിക്കും. അപ്പം മാമിനെ പിടിച്ചു നോക്കാം എത്ര ഉണ്ടാവും വെയിറ്റ് എന്നുള്ളത്. വേണമെങ്കിൽ ഒന്ന് മാമിന് ഗസ് ചെയ്യാൻ പറ്റുമോ? ആ, കയ്യിൽ വേണമെങ്കിൽ എടുത്ത് പിടിച്ചു നോക്കാം കേട്ടോ. എത്ര ഉണ്ടാവും ഏകദേശം ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് ഒരു 1.5 പവൻ്റെ ഒക്കെ ഒരു അല്ല, ഒരു ചാൻസ് കൂടി തരാം. 1.5 അല്ല, എന്തായാലും കൂടുതലാണ്. മാം പറഞ്ഞോളൂ. കാണുമ്പോൾ നമുക്ക് കയ്യിലെടുക്കാണ്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് 5 പവൻ്റെ ഒക്കെ ഒരു ഇത് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് കയ്യിലെടുക്കുമ്പോൾ എനിക്ക് അത്രയും ഒരു ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നത് എന്നാലൊരു 3 ഒക്കെ ഒരു റേഞ്ച് ആയിരിക്കും. 3 റേഞ്ചാണ് മാം പറയുന്നത്. ഗ്രാംസ് കണക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു 20 ഗ്രാംസ് ആ ഒരു റേഞ്ച്, 20-24 ആ ഒരു ഇതായിരിക്കും തോന്നുന്നു എനിക്ക്. ഏകദേശം മാം പറഞ്ഞത് ഏകദേശം ഒന്ന് ശരിയായിട്ടുണ്ട്. ഇതിൽ 3.5 പവനുണ്ട്. 3.5 പവനുണ്ട്. അപ്പോൾ എന്തായാലും മാം കൃത്യം പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഓക്കെ. എനിവേ, അപ്പോൾ നമുക്കൊരു അപ്പോൾ കസ്റ്റമേഴ്സ് പറയുന്നത് ആദ്യം കാണുമ്പോൾ മാം പറയുന്നത് എന്താ, ശരിക്കും ഒരു അങ്ങനത്തെ ഒരു ഇതാണ് മാം. പക്ഷെ തോന്നുമ്പോൾ അപ്പോൾ ലൈറ്റ് വെയിറ്റിൽ നമുക്കിത് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ചെട്ടിനാടിൻ്റെ
ചെട്ടിനാടിൽ വരുന്ന ഷോർട്ട് നെക്ലസസ് ആണ്. കാരണം എല്ലാവർക്കും ഈ പണ്ടത്തെ കാലത്ത് ആകുമ്പോൾ ഭയങ്കര ഹെവി ഇടാൻ താല്പര്യമില്ലാത്തവരും ഇപ്പോഴത്തെ കാലത്ത് യങ് ജനറേഷൻ എല്ലാതും പക്ഷെ കാണുമ്പോൾ കുറച്ച് പൊലിമ തോന്നുന്ന രീതിയിലാണ് നമ്മളിത് അങ്ങനത്തെ രീതിയിലാണ് ഇത് ഉണ്ടാക്കിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ്. എന്തായാലും മാം കൃത്യമായിട്ട് പറഞ്ഞു 3 പറഞ്ഞത്, എന്നാലും 3.5 ആ ഒരു ജസ്റ്റ് ഒരു 1/2 പോയിന്റ് അല്ലേ, അതെന്തായാലും മാമിന് കൊടുത്തതാണ് നമ്മൾ. അപ്പോൾ താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നേരത്തെ സാറ് കയ്യിലെടുത്ത് നോക്കുമ്പോൾ അവർ പറയുന്നത് ഒരു 1.25 1.5 ആ ഒരു റേഞ്ചിലാണ് അവർ പറയുന്നത്. പക്ഷേ പൊലിമ വരുമ്പോൾ അവർ കസ്റ്റമേഴ്സ് പറയേണ്ടത് 5 പവൻ അല്ലെങ്കിൽ 7 പവൻ ആ ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ പൊലിമയോട് കൂടിയാണ് നമ്മൾ ആഭരണങ്ങൾ എടുത്തേക്കുന്നത്. ആ ഒരു രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് മാനുഫാക്ചേഴ്സ്. അതായത് നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഹോൾസെയിൽ ജ്വല്ലറിയാണ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ജ്വല്ലറി നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതായത് ലൈറ്റ് വെയ്റ്റിൽ തന്നെ കൂടുതൽ പൊലിമയോട് കൂടിയാണ് നമ്മൾ ആഭരണങ്ങൾ ആൾക്കാർക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. അതാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി 2 കസ്റ്റമേഴ്സിനോട് നമ്മൾ ചോദിച്ചു. അപ്പോൾ ഇനി വേറെ ഷോർട്ട് നെക്ലസ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നെക്ലസോ വേറെ ഷോർട്ടോ ഹെവി വെയ്റ്റോ എന്തെങ്കിലും എടുത്തിട്ട് അവർ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വിൻ ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചോക്രം കൂടി ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഞാൻ പറയുന്നില്ല, കാരണം അവർ കേട്ടാലോ. അപ്പോൾ ഇത് അവർ കൃത്യമായിട്ട് ഗസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു കസ്റ്റമർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആളോട് തന്നെ ചോദിക്കാം. മാം എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പാലാരൂർ. എന്താ മാമിൻ്റെ പേര്? എൻ്റെ പേര് ആശ. ആദ്യമായിട്ടാണ് വരുന്നത്? ഞാൻ ഈ കടയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. എൻ്റെ 2-3 ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള സ്വർണ്ണം കിട്ടുമെന്ന് പറഞ്ഞു. കേട്ടല്ലോ, നേരിട്ട് തന്നെ ലൈവായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ. അതെ അതെ. കാരണം നമ്മളിപ്പോൾ ഏതായാലും നേരെ ഹെവി വെയിറ്റ് ഒന്നും എടുക്കില്ലല്ലോ. മാമിനെ മനസ്സിലായി. ഓക്കെ. അപ്പം മാം ഇത് ജസ്റ്റ് ഒരു കോൺടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ലൈവായിട്ട് തന്നെ. അപ്പം മാമിന് വേണമെങ്കിൽ ഇത് പിടിച്ചു നോക്കാം. ഇതിന് എത്ര വെയിറ്റ് ഉണ്ടെന്ന് കൃത്യമായിട്ട് ഗസ് ചെയ്യുക. അതായത് എത്ര പവൻ ഉണ്ടെന്ന് മാമിന് തോന്നുന്നത് വേണമെങ്കിൽ ഗസ് ചെയ്ത് പറഞ്ഞാൽ ഞാനൊരു സമ്മാനം തരുന്നതായിരിക്കും കൃത്യമായിട്ട് മാമിന്. അല്ലെങ്കിൽ ഏകദേശം ആ ഒരു ഇതിലൊക്കെ വരും. മാമിന് എത്ര തോന്നുന്നു അങ്ങനെ? ഇത് എത്ര പവനാണ് തോന്നുന്നത്? വെയിറ്റ് കയ്യിൽ പിടിച്ചിട്ട് തോന്നുന്ന മാമിന് എന്താ തോന്നുന്നത് അത് പറഞ്ഞോളൂ. മാം പറഞ്ഞോളൂ. കാണുമ്പോൾ അല്ലെങ്കിൽ എന്താ തോന്നുന്നത്? എത്ര എൻ്റെ പോളിമ കാണുമ്പം നല്ല പൊലിമ തോന്നുന്നുണ്ട്. കാണുമ്പോൾ ഒരു 3-4 പവൻ്റെ പൊലിമയുണ്ട്. കണ്ടു 3-4 പവൻ്റെ. ഓക്കെ ഓക്കെ. അപ്പോൾ വെയിറ്റ് അപ്പോൾ എത്ര ഉണ്ടാവുന്നതായിരിക്കും? പൊലിമ ഇപ്പം മാം പറഞ്ഞു. പൊലിമ എത്രയുണ്ട്? വെയിറ്റ് എത്ര ഫീൽ ചെയ്യുന്നില്ല, എന്നാലും പിടിക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നല്ല പൊലിമ തോന്നുന്നുണ്ട്. അത് തന്നെ. അപ്പം എന്നാലും ഏകദേശം എത്ര തോന്നുന്നുണ്ട്? ഇപ്പം മനസ്സിൽ പറഞ്ഞ തന്നെ പറഞ്ഞോളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ 4 പവൻ്റെ അടുത്താണെങ്കിൽ 1 ഗ്രാം 8 ഒരു പവൻ. എത്ര പവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി ഏകദേശം. ഇപ്പം മാം പറഞ്ഞ 4 പവൻ്റെ അടുത്ത്. മാം അപ്പോൾ പറഞ്ഞത് 4 പവനാണ്. പക്ഷെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു 3-4 പവൻ എന്ന് പറഞ്ഞു. എന്തായാലും മാമിന് ആദ്യമായിട്ട് ഞാൻ പറയിപ്പിക്കരുത്, മാമിന് തന്നെ കൊടുക്കുക. ഇതൊരു 3 പവനുണ്ട് മാം. അപ്പോൾ ആ പൊലിമ മാം പറഞ്ഞ പോലെ തന്നെ പിടിക്കുമ്പോൾ അത്രയും വെയിറ്റ് തോന്നുന്നില്ല. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് പക്ഷെ പൊലിമ തോന്നുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും മാമിന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഒരു സമ്മാനം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ കേട്ടല്ലോ, സ്മിത മാം പറഞ്ഞത് ഒരു 3-4 പവൻ്റെ ഒരു പൊലിമ തോന്നുന്നു എന്നാണ് പറഞ്ഞത്. 4 പവൻ പറഞ്ഞു, എന്നാലും ആദ്യം അവർ പറഞ്ഞു 3 എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളത് കൊടുത്തത്. അതിൽ ഒരു കസ്റ്റമറിനോട് കൂടി നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അവരെത്ര പറയണമെന്ന് ചോദിച്ചിട്ട് അവർ വിൻ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ഇതോടെ ഈ സെഷൻ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഹലോ സർ, സാറിൻ്റെ പേരെന്താ? ജോസ്. എവിടുന്നാണ് വരുന്നത്? ഞാൻ എടപ്പള്ളി. ഓക്കെ. ആദ്യമായിട്ടാണോ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ വരുന്നത്? നക്ഷത്രയിൽ ഞാൻ ഇതിക്ക് മുമ്പ് വന്നിട്ടുണ്ട്. ഈ ഷോറൂമിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് സർ കളക്ഷൻസ് ഇതൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഒത്തിരി കളക്ഷൻ ഉണ്ട്. ഓക്കെ. സാറിന് ഇഷ്ടമായി? പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു? അതെ. എങ്ങനെയുണ്ട് സ്റ്റാഫ് സർവീസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല സർവീസാണ്. ഓക്കെ. അപ്പോൾ സർ ഇതൊരു കോൺടെസ്റ്റിൻ്റെ ഇതുപോലെയാണ് ഗസ് വിൻ ചെയ്യുന്നുള്ളത്. ഇത് സാറിന് വേണമെങ്കിൽ എടുത്ത് പിടിച്ചിട്ട് പറയാം എത്ര പവനാണ് തോന്നിക്കുന്നത് സാറിനൊന്ന് പറയാൻ പറ്റും? ഏകദേശം സാറിന് എത്ര പവനാണ് തോന്നിക്കണേന്നൊന്ന് പറയും. സാറിന് തോന്നുന്നത് 2.4, അതായത് 16-18. ഓക്കെ. 2.4 സാർ പറയുന്നത്. 18 ഗ്രാം. ഒരു ചാൻസ് കൂടി, കുറച്ചുകൂടി ഒന്ന് മുകളിലേക്ക്. വല്ലാണ്ട് വേണ്ട, എന്നാലും. എത്ര പൊലിമ തോന്നുന്നുണ്ട് സാറിനത്? ഇത് പൊലിമ ഒരു 3-ൽ കൂടുതൽ, ഒരു 4ന്റെ ഒക്കെ അടുത്ത് വരും. അതാണ് സാറിനും തോന്നുന്നുണ്ട് ഒരു 3-4 പവന്റെ. അതെ.
ഒരു 3.5 പവൻ ഉണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പോൾ സാർ പറഞ്ഞ ഏകദേശം ആക്യുറേറ്റ് ശരി തന്നെയാണ്. 3 പവനാണ് 3 സാർ പവനാ. പറഞ്ഞിട്ട്. ഓക്കെ. ഓക്കെ. സാർ പറഞ്ഞ പോലെ തന്നെ ആ പൊലിമ സാറിന് തോന്നി. അപ്പോൾ അതാണ് സാർ നമ്മുടെ, കാരണം പൊലിമ തോന്നുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റോടെ പിടിക്കുമ്പോൾ അധികം വെയിറ്റ് സാറിന് തോന്നുന്നില്ലല്ലോ. അപ്പോൾ സാർ ഒരു സമ്മാനം ഞങ്ങളുടെ വക. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച്. ശരി, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രെഡിക്റ്റ് ആൻഡ് വിൻ അല്ലെങ്കിൽ ഗെസ് ആൻഡ് വിൻ എന്നുള്ള ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് അവർക്ക് ഫീഡ്ബാക്ക് നിങ്ങൾ എല്ലാവരും ലൈവായിട്ട് തന്നെ കേട്ടു. നമ്മൾ പറയാതെ തന്നെ എല്ലാവരും പറയുന്നത് എന്താണ്, ലൈറ്റ് വെയ്റ്റിൽ തന്നെ കൂടുതൽ പൊലിമയോട് കൂടുതലുള്ള ആഭരണങ്ങളാണ് അവർക്ക് തോന്നുന്നത്. അത് നമ്മൾ കാണിച്ച ഈ നെക്ലസുകൾക്കൊക്കെ അവർ പവനേക്കാളും കൂടുതൽ എന്നുവെച്ചാൽ അവർ പറയുന്നത് പൊലിമ തോന്നുന്നത് ഒരു 3, 4, 5 അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ പിടിക്കുമ്പോൾ ഒട്ടും വെയിറ്റ് ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായാലും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ ലൈറ്റ് വെയ്റ്റിൽ തന്നെ പൊലിമയോട് കൂടിയാണ് നമ്മൾ ആഭരണങ്ങൾ അതായത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ കൂടുതൽ കോൺസെൻട്രേഷൻ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് സമ്മാനങ്ങൾ ഇനിയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗെയിം ഒന്നും ഇവിടെ തീരുന്നില്ല. വ്യത്യസ്തമായൊരു ഗെയിമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ. Nakshatra Gold and Diamonds, MG Road, Ernakulam, Aluva, Perumbavoor, Thoppumпadi. Online delivery available all across India.